ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്ന് അമ്മയുടെ തലയിലെ വെളുത്ത മുടികളൊക്കെ കറുപ്പിക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്ന് നമ്മൾ വളരെ നാച്ചുറലായിട്ടുള്ള സംഭവം വെച്ചായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത്തർ ആയുർവേദയുടെ ഇൻഡിഗോ ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു 500 രൂപയ്ക്ക്. ഇത് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ആദ്യം ഹെന്ന പൗഡറാണ് എടുത്തേക്കണം. ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നോർമൽ വെള്ളം ഒഴിച്ചൊരു തിക്ക് ബാറ്ററാക്കി കലക്കി വെക്കുകയാണ് ഒരു 2 അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കാണ് ആ സ്റ്റെയിനൊക്കെ ഒന്ന് ആക്ടിവേറ്റായി വരിക. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അമ്മ വന്നിരിക്കുന്നുണ്ട്. അമ്മ ഇച്ചിരി ഇൻട്രവർട്ട് ആയതുകൊണ്ട് മുഖം കാണിക്കുന്നില്ല. അമ്മയുടെ തലയിലെ വെളുത്ത മുടികളിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് നമുക്ക് വെച്ച് തേച്ച് കൊടുക്കാം. ഇതൊരു 1.5 മണിക്കൂർ ഇത് വെച്ചിരിക്കണം കേട്ടോ, എന്നാലും അത് നല്ല വൃത്തിയായിട്ട് സ്റ്റെയിൻ പിടിക്കുകയുള്ളൂ. ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ക്ലീൻ റാപ്പ് വെച്ച് കയ്യിൽ കെട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം നല്ല സ്റ്റെയിൻ ഉണ്ട്, പെട്ടെന്ന് കയ്യിലാവും. അതിൻ്റെ കൂട്ടത്തിൽ നീലമരി കൂടി ആകുമ്പോൾ കറുത്തിരിക്കും കൈയൊക്കെ. അപ്പോൾ നമുക്കിത് തേച്ചിട്ട് വരാം. ഇതെൻ്റെ അനിയത്തിയാണ് ചെയ്യുന്നത്. ഞാനിത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് അറിയില്ല. ഇതാണ് ലാസ്റ്റത്തെ അമ്മയുടെ ലുക്ക്. ഇനി ഇതൊരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. ഷാമ്പു യൂസ് ചെയ്യാനേ പാടില്ല. അപ്പം അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് തല തേച്ച് ഇത് കഴുകി വന്നു. ഇത് സ്റ്റെയിനാണ് കാണുന്നത്. തേച്ച് കഴിഞ്ഞിട്ടുള്ള 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്റ്റെയിനാണ്. നല്ല ചെമ്പൻ കളറായി മുടി, ഇപ്പോൾ വെളുത്ത മുടിയൊക്കെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നീലമരിയാണ് തേച്ച് കൊടുക്കാൻ പോകുന്നത്. നീലമരി മീൻസ് ഇൻഡിഗോ പൗഡർ. ഇതൊരു 4 സ്പൂണാണ് എടുത്തേക്കണേ. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടിട്ട് വേണം നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ചൂടുള്ള ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടില്ല. അതും മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി തിക്ക് ബാറ്റർ പോലെ ആക്കി തലയിലേക്ക് തേക്കാവുന്നതാണ്. എൻ്റെ അനിയത്തി അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തികഞ്ഞില്ല വെള്ളം ആഡ് ചെയ്തത്. ഇങ്ങനത്തെ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും തലയിൽ വാങ്ങിച്ച് ഇതാക്കാണ്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. നമ്മുടെ നല്ല മുടികളൊക്കെ അല്ലെങ്കിൽ പോയി കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതേ അമ്മയുടെ തലയിലേക്ക് രണ്ടാമത്തെ സാധനം ഇട്ട് കൊടുക്കുകയാണ്. നീലമരിപ്പ് കലക്കിയതാണ് ഗൈസ്, എനിക്ക് അതിൻ്റെ ഇടയിൽ മറന്ന് എന്തിട്ട് സാധനം, ഇൻഡിഗോ പൗഡറാണത്. അത് കലക്കി തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കണത്. ഇനി അതൊരു 1.5 മണിക്കൂർ വെച്ചിട്ട് വീണ്ടും വാഷ് ചെയ്തിട്ട് വരാം. ഇങ്ങനെയാണ് മൊത്തത്തിൽ തേച്ച് കഴിയുമ്പോൾ തല ഇരിക്കുക. ദെൻ ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴുകണതിന് മുന്നുള്ള കോലമാണ്. ഇത് കഴുകിയിട്ട് വന്നിട്ട് ഇതിന് എത്രത്തോളം സ്റ്റെയിൻ പിടിച്ചെന്ന് നിങ്ങൾ നോക്കണം. ഇത് നാച്ചുറലായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെയിൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഇതാണ് അമ്മ തല കഴുകി വന്നിട്ടുള്ള ഇത്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ നേരത്തെ നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല ചെമ്പൻ കളറിലിരുന്ന അല്ലെങ്കിൽ വെള്ള കളറിലിരുന്ന മുടിയാണ് ഇപ്പോൾ ഇങ്ങനെ നല്ല ബ്ലാക്ക് ആയിക്കണം.